പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർജൻ. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ആളാണെന്നും വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇടപെട്ടില്ലെന്ന് പറയുന്നത് സ്ഥിരമായി നാട്ടിലില്ലാത്തത് കൊണ്ടാണെന്നും അൻവർ കുറ്റപ്പെടുത്തി. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആര്യാടൻ ഷൗക്കത്ത് അറിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ UDFനെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് അൻവറിന്റെ പ്രതികരണം. ആര്യാടൻ ഷൗക്കത്തിനെ തള്ളി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ ആവശ്യപ്പെട്ടത്. തന്റെ ഈ അഭ്യർത്ഥന തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആൾക്കുള്ള അവസാന ആഗ്രഹം പറയാനുള്ള അവസരം പോലെ കണ്ടാൽ മതിയെന്ന് അൻവർ പറയുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷത്തെ 2 സീറ്റിൽ ഒതുക്കുമെന്നും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനവും അടുത്ത തെരഞ്ഞെടുപ്പോടെ CPM ഭരിക്കില്ലെന്നും അൻവർ പറഞ്ഞു. 2ാം തവണ MLA ആയപ്പോൾ നിലമ്പൂരിൽ തനിക്ക് കാര്യമായ ഒന്നും ചെയ്യാനായില്ലെന്ന് PV അൻവർ. നിലമ്പൂർ ബൈപ്പാസ് അടക്കമുള്ള വികസനത്തിൽ CPM ജില്ലാ നേതൃത്വം വലിയ തടസ്സമുണ്ടാക്കി. ബൈപ്പാസ് പൂർത്തിയാക്കാനായില്ലെങ്കിൽ നിലമ്പൂരിലേക്ക് ഇനി വോട്ട് ചോദിച്ചു വരില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ ജനകീയ പിരിവിലൂടെ പണം കണ്ടെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനം പൂർത്തിയാക്കും. താൻ 2021 മത്സരിച്ചപ്പോൾ മുഖ്യമന്ത്രിയടക്കം CPM നേതാക്കളാരും പ്രചാരണത്തിനെത്തിയില്ല. CPM ജില്ലാ നേതൃത്വമാണ് ഇതിനെല്ലാം കാരണം. ആദ്യ 5 വർഷം വലിയ വികസനം നിലമ്പൂരിൽ കൊണ്ടുവരാനായെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിലെ വോട്ടർമാർക്കും പിന്തുണച്ചവർക്കും നന്ദി. രാജിവെച്ചെങ്കിലും നിലമ്പൂരുകാരെ കൈവിടില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നവരെ ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.